1 2 തുള്ളി രക്തം നമ്മൾ വീഴ്ത്തിയാൽ കളർ മാറുന്ന നമുക്ക് ഒരു റോസ് ടിഞ്ചായിട്ട് അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ട്, നിങ്ങൾ എന്താ കണ്ടെന്നറിയില്ല. അപ്പം ഇല്ല, അങ്ങനെ കളർ മാറ്റം കാണുന്നില്ല. കളർ മാറ്റം കാണുന്നില്ല, പക്ഷെ നല്ല വയലന്റ് ആയിട്ടെന്ന് തന്നെ പറയാം. നിങ്ങൾ അനങ്ങാതെ നിൽക്കുമ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് തന്നെ മൂവ്മെന്റ് ഉണ്ടല്ലോ അല്ലെ? ഹല്ലേയ 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 ഹല്ലേയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതില് നിങ്ങളുടെ ഈ ഒരു കുപ്പിയിലെ വെള്ളത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യം വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളത് അനക്കുന്നില്ല, നിങ്ങൾ നിശ്ചലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ലോജിക്കൽ ഇല്ലല്ലോ, അത് ലോജിക്ക് ഇല്ലല്ലോ അത് അനങ്ങാന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ശരിക്കും വെട്ടി തിളയ്ക്കണ പോലെ ആവണുണ്ട്. എന്താവുന്ന ഇപ്പൊ ശരിക്കും വെട്ടി തിളയ്ക്കണ പോലെ, വെള്ളം തിളയ്ക്കണ പോലെ വരുന്നുണ്ട്. നന്നായിട്ട് അപ്പൊ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് മൂവ് ചെയ്താൽ നമ്മളുടെ ശ്വാസം കൊണ്ടും വെള്ളം മൂവ് ചെയ്യാം. പക്ഷെ ആ മാതിരിയുള്ള മൂവ്മെന്റ് അല്ലല്ലോ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ആ കുപ്പിയിലെ വെള്ളത്തിൽ ഇന്ന പോലെ മാറ്റം ഉണ്ടാകുന്നെന്ന് എനിക്ക് ദൈവാത്മാവ് പറഞ്ഞു തരുന്ന മെസ്സേജ് ഞാൻ പറയുന്നുള്ളൂ. ഇതുവരെ ഞാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഒരു പ്രാവശ്യം മാത്രം ഇംഗ്ലണ്ടിൽ എങ്ങാണ്ട് പോയ സമയത്ത് ഒരു പ്രാർത്ഥന ലീഡറിന്റെ വീട്ടിൽ വെച്ച് അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൽ മാത്രം വെള്ളം എടുത്ത് അത് ഞാനും കണ്ടതാ. ഭയങ്കര അത്ഭുതമാണ്. വെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് 1 2 തുള്ളി രക്തം ഒഴിച്ചാൽ കളർ മാറും. നമുക്ക് മാറി അവരത് കുടിച്ചു. അപ്പൊ തന്നെ അവരുടെ എന്തോ പ്രശ്നമായിരുന്നു. അതിപ്പോ ഞാൻ പ്രശ്നം എന്താന്ന് ഓർക്കുന്നില്ല, അത്ഭുതം നടന്നത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ തിളങ്ങുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഞാൻ ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്നാ അത് താഴെ വെച്ചോ. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹല്ലേയ ഹല്ലേയ. വീഡിയോ ഓഫ് ആക്കിയോ?